നമസ്കാരം, വില്ലേജ് ന്യൂസ് വെബ് ടിവിയിലേക്ക് സ്വാഗതം. നാവികസേനാ ദിനത്തിൽ അതിഥിയായി എത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമു ലോക് ഭവനിൽ നിന്ന് വിമാനത്താവളത്തിലെത്തി വ്യോമസേനാ വിമാനത്തിൽ ഡൽഹിക്ക് മടങ്ങി. കടലിലും ആകാശത്തുമായി നടന്ന സേനയുടെ അഭ്യാസ പ്രകടനങ്ങൾ കാണാൻ ആയിരക്കണക്കിന് ആൾക്കാർ തടിച്ചുകൂടിയിരുന്നു. ഇന്ത്യയും റഷ്യയും പുതിയ വ്യാപാര കരാറുകളിൽ ഒപ്പിടും. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെ 2 ദിവസത്തെ ഇന്ത്യ സന്ദർശനം ഇന്ന് ആരംഭിക്കുന്നു. നടൻ മുകേഷ് നടത്തിയത് തീവ്രത കുറഞ്ഞ പീഡനമെന്ന മഹിളാ അസോസിയേഷന്റെ വിശദീകരണം വൈറലായി. പത്തനംതിട്ടയിൽ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ലസിത നായരാണ് ഈ പരാമർശം നടത്തിയത്. കോൺഗ്രസിലെ വനിതാ നേതാക്കൾ കൂടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വന്നതോടെ നേതൃത്വം വെട്ടിലായി. ജാമ്യവിധി വരെ കാത്തിരിക്കാതെ പുറത്താക്കാനാണ് സമ്മർദ്ദമേറുന്നതെന്ന് സൂചന. ഇലക്ട്രിക് സ്കൂട്ടറിൽ കുട്ടികൾ അപകടകരമായ അഭ്യാസം നടത്തുന്നത് നിയന്ത്രിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് കർശന നടപടിയുണ്ടാകുമെന്ന് MVD അറിയിച്ചു. EVM കമ്മീഷനിംഗ് സംസ്ഥാനമാകെ ത്വരിതഗതിയിൽ പൂർത്തിയാക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ ശക്തമായി അനുകൂലിച്ച് രംഗത്ത് വന്ന രാഹുൽ ഈശ്വറിനെ ഇന്ന് 5 മണിവരെ കോടതി പോലീസ് കസ്റ്റഡിയിൽ നൽകി. അതിജീവിതയെ സോഷ്യൽ മീഡിയയിൽ അപമാനിച്ചതിനെ തുടർന്നാണ് രാഹുൽ ഈശ്വർ ജയിലിലായത്. കുട്ടികൾ നല്ല നിലയിലെത്തണ്ടേ? പഠനത്തിലും ജീവിതത്തിലും അവരെ മുന്നിലെത്തിക്കുവാൻ ഏർലി ബ്രെയിൻ മാപ്പിംഗ് ആൻഡ് അക്കാഡമിക് കൌൺസിലിംഗിന് അവരെ വിധേയരാക്കൂ. ജീവിതത്തിൽ അവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സൽപ്രവൃത്തി ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ സർവീസ് ഗ്ലോബൽ ഗേറ്റ്വേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏർലി ബ്രെയിൻ മാപ്പിംഗ് ആൻഡ് അക്കാഡമിക് കൌൺസിലിംഗ്. ഇപ്പോൾ വിളിക്കുക 8129516829. മറ്റൊരു നമ്പർ 9074746363. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയിട്ട് 8ാം ദിവസം. ഇന്നും അടച്ചിട്ട കോടതി മുറിയിൽ വിശദമായ വാദം കേൾക്കൽ തുടരുന്നു. കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ നൽകി കോടതി വിശദമായി പരിശോധിക്കുന്നു. ഇതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ വൈകിയും പോലീസിന്റെ പിടിയിൽ നിന്ന് വഴുതിമാറി. ബംഗളൂരുവിൽ തന്നെയാണ് MLA എന്ന് ഉറപ്പിച്ച് പോലീസ്. പുതിയ പരാതിയിലും യുവതിയുടെ മൊഴിയെടുക്കും. തൃക്കാർത്തിക ദിനമായ ഇന്ന് ശബരിമലയിൽ നല്ല തിരക്ക്. ഇതിനോടകം എത്തിയ ഭക്തരുടെ എണ്ണം 15 ലക്ഷം കടന്നു. ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ ആചാരപരമായ പൊങ്കാല ഇന്ന് നടന്നു. ആയിരങ്ങൾ പൊങ്കാല അർപ്പിച്ച് മടങ്ങി. കൂടുതൽ വാർത്താവിശേഷങ്ങൾ അറിയുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക.